പൃഥ്വിരാജ് സുകുമാരനും ദുൽഖർ സൽമാനും ഒക്കെ ഏത് പക്ഷത്താണ് അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ഒന്നുകിൽ കസ്റ്റംസ് വരണം അല്ലെങ്കിൽ ഇ വരണം. ഇ റെയ്ഡും കസ്റ്റംസ് റെയ്ഡും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു ഒരു കുറച്ച് നാളുകൾ മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ ആ ഞെട്ടലൊന്നുമില്ല. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഇ ഡിയുടെ കഴിവുകേടുകളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ വാർത്തയെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, പക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണമല്ലോ. കസ്റ്റംസ് പറയുന്നത് ഭൂട്ടാൻ വഴി, രാജ്യത്തിന് പുറത്തു നിന്ന് ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വരുമ്പോൾ നികുതി ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടത്തുകയാണ് കസ്റ്റംസ്. അതിൽ ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജുമുണ്ട്, ദുൽഖർ സൽമാനുമുണ്ട്. അവരുടെ തേവലക്കരയിലെയും പനമ്പള്ളി നഗറിലെയും വീടുകളിലാണ് റെയ്ഡ്. തിരുവനന്തപുരത്ത് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഈ കസ്റ്റംസ് ആളുകൾ പോയി. അവിടെ പോയപ്പോൾ അവിടെ വാഹനങ്ങളൊന്നുമില്ല, വാഹനങ്ങളൊക്കെ എറണാകുളത്താണെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്തേക്ക് പാഞ്ഞു. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? നമുക്കറിയാം, പൃഥ്വിരാജിന് നികുതി ഏറ്റവും കൂടുതൽ അടച്ചതിനും നികുതി കൃത്യമായി അടച്ചതിനും സമ്മാനം ലഭിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മോഹൻലാലിനെ പോലെ തന്നെ. മോഹൻലാൽ ടാഗോർ തിയേറ്ററിൽ അതിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മൈക്ക് കൊള്ളുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ പൃഥ്വിരാജിനും ഇതുപോലെ നികുതി കൂടുതൽ അടച്ചതിനൊക്കെ വലിയ ആദരവൊക്കെ ലഭിച്ചിട്ടുണ്ട്, നികുതിയൊക്കെ കൃത്യമായി അടയ്ക്കുന്നത്. മമ്മൂട്ടിയെക്കുറിച്ചോ മമ്മൂട്ടിയുടെ കുടുംബത്തെക്കുറിച്ചോ ദുൽഖർ സൽമാനെക്കുറിച്ചോ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട യാതൊന്നും ഇതുവരെ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ നികുതിയൊക്കെ കൃത്യമായി അടയ്ക്കുന്ന ആളുകൾ, അപ്പോൾ മറുപക്ഷത്ത്, ഞാൻ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്, മറുപക്ഷത്ത് ഇവരുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയാം. എമ്പുരാൻ സിനിമയിൽ പുലർത്തിയ നിലപാടിനെ തുടർന്ന് പൃഥ്വിരാജിനെ അറഞ്ചം പുറഞ്ചം ആക്ഷേപിച്ച സംഘപരിവാർ സംഘടനകളുണ്ട്. ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന ആളുകളുണ്ട്. മമ്മൂട്ടി പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ ഓച്ഛാനിച്ച് നിന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷെ അതൊക്കെ മമ്മൂട്ടിയുടെ നിലപാടാണെന്ന് മലയാള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തിന് ഇപ്പോൾ ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് ശ്രീ മോഹൻലാലിന് ലഭിക്കുമ്പോൾ പോലും മമ്മൂട്ടിയുമായി താരതമ്യപ്പെടുത്തി അവിടെയും രാഷ്ട്രീയ വിഷം കലർത്തുന്ന ചില മാധ്യമ സംഘങ്ങളും ഓൺലൈൻ സംഘങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് അവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിക്ക് അസുഖമായി കിടന്നപ്പോൾ മോഹൻലാൽ ശബരിമലയിൽ നേർച്ച നടത്തിയതും അർച്ചന നടത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളം അങ്ങനെ ഒരു ഭൂപ്രദേശമാണ്, അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന ഇടമാണ്. പക്ഷേ ഇവിടെ എങ്ങനെയെങ്കിലും വിഷം കലർത്തിയേ തീരൂ. ഇവിടെയും വിഷലിപ്തമാക്കണം. അതിന് ഇവരെ ചേരി തിരിച്ചേ മതിയാവുകയുള്ളൂ. നിലപാടുകളുടെ പേരിൽ താരങ്ങളെ ചേരിതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആരാധകർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ആ ചേരിതിരിവ് മനസ്സിലാകുമല്ലോ. ഈ ചേരിതിരിവ് എന്തിനാണ്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീഷണി, ഭയം മനസ്സിലാകുമല്ലോ. ഈ ചേരിതിരിവാണ് നടക്കുന്നത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനല്ലേ മിസ്റ്റർ സുരേഷ് ഗോപിയുടെ കാറ് വന്നത്? അതെന്തായി? തെളിവെടുപ്പും മൊഴിയെടുപ്പും ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ എന്തായി? സുരേഷ് ഗോപിക്ക് അവിടെ വീടും മേൽവിലാസവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് വ്യാജമാണെന്ന് തെളിഞ്ഞതല്ലേ? പക്ഷേ അതിന് എന്ത് നടപടി സ്വീകരിച്ചു? അതേ കേസ് തന്നെയാണിതും. അതായത് വിദേശത്ത് നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒരു വാഹനം ഇന്ത്യയിൽ എത്തിക്കണമെങ്കിൽ നികുതി ഇനത്തിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ഭൂട്ടാനിൽ എത്തിച്ച ശേഷം ഭൂട്ടാൻ വഴി ഇന്ത്യയിൽ എത്തിക്കുകയാണെങ്കിൽ ഈ നികുതി കുറയും. ഈ രീതി ഉപയോഗിക്കുന്ന ആളുകൾ വ്യവസായികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അതുപോലെ വാഹന ഡീലർമാരുണ്ട്. അവരൊക്കെ പരമ്പരാഗതമായി കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കസ്റ്റംസിന് ഇപ്പോഴാണ് വെളിപാടുണ്ടായത്. കസ്റ്റംസ് ഇങ്ങനെ ഇറക്കുമതി ചെയ്ത, ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വാഹനങ്ങൾ പലതും കുടിശ്ശിക വരുത്തില്ല, അല്ലെങ്കിൽ നികുതി കൃത്യമായി അടച്ചിട്ടില്ല എന്ന്. എന്നാൽ പിന്നെ മറ്റ് ആളുകളുടെ കേസുകൾ എന്തുകൊണ്ട് പുനഃപരിശോധിക്കുന്നില്ല, അവർക്കെതിരെ നിയമ നടപടി കൃത്യമായി വരുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഈ നിലപാടിൻ്റെ പ്രശ്നം ഞാൻ പറയുന്നത്. സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന നീതി എന്തുകൊണ്ട് പൃഥ്വിരാജിനും ദുൽഖർ സൽമാനും ലഭിക്കാതെ പോകുന്നു എന്നത് ഒരു ചോദ്യമല്ലേ? സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന നീതി എന്തുകൊണ്ട് പൃഥ്വിരാജിനും ദുൽഖർ സൽമാനും ലഭിക്കുന്നില്ല എന്നിടത്താണ് ആ ചോദ്യം മുഴങ്ങുന്നത്. അവിടെയാണ് നിലപാടിന്റെ പ്രശ്നം വരുന്നത്. ഈ കാടടച്ച് വെടിവെക്കുന്നത് പോലെയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ നികുതി കൃത്യമായി അടച്ചതിന് ആദരവും സമ്മാനവും ഒക്കെ കൊടുത്ത്, പുരസ്കാരവും ഒക്കെ കൊടുത്ത് ആദരിച്ച വ്യക്തികളെ നിങ്ങൾ നികുതി കുടിശ്ശിക വരുത്തിയെന്ന് അടുത്ത എന്തെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ, ഒന്നുകിൽ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്തിൽ അടച്ചാക്ഷേപിക്കുകയും അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? ഏത് നിയമത്തിന്റെ പേരിലാണെന്ന് ആളുകൾ പറഞ്ഞ് ഊറ്റം കൊള്ളുമെങ്കിലും ഈ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് ഒരു സാധാരണ പൗരന്റെ രീതിയിൽ നമുക്ക് ചോദിച്ചുകൂടെ? എല്ലാവർക്കും നിയമം തുല്യമാണെങ്കിൽ, എല്ലാവരെയും നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന നീതി ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും ലഭിക്കാതെ പോകുന്നു?
പൃഥ്വിരാജ് നികുതി അടച്ചതിന് പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാകുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ്. നികുതി കൃത്യമായി അടയ്ക്കുകയും GST ഒക്കെ കൃത്യമായി അടയ്ക്കുകയും ചെയ്തതിന് സമ്മാനമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കസ്റ്റംസ് പറയുന്നു, അല്ലെങ്കിൽ ED പറയുന്നു, അവർ പറയുന്നു, ഇവർ പറയുന്നു, നിങ്ങൾ നികുതി വെട്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ കണക്കുകളൊക്കെ ഒന്നും യോജിച്ച് പോകുന്നുമില്ല. ഏതായാലും കൃത്യമായി നമുക്ക് വിവരങ്ങൾ കസ്റ്റംസിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇത് വാർത്തയുടെ ആദ്യ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ, വരും മണിക്കൂറുകളിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇത് നീതി രണ്ട് തട്ടിൽ നടപ്പിലാക്കുന്നതിന് ഉദാഹരണമാണെന്ന് എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല.